വേറെ നിവർത്തിയില്ലടേ. ഞാൻ അടുത്തെങ്കിലും മറിച്ച് തരുമോ? ഞാൻ ഓണം കഴിഞ്ഞ് ഞാൻ തിരിച്ചു തരാം. നീ ഒന്ന് ശ്രമിച്ചു നോക്ക്. പറ്റൂലേ? ശരി, ഞാൻ വേറെ ഇടത്തെങ്കിലും ചോദിച്ചോട്ടെ. ശരി. ചേട്ടന്മാരെ നാട്ടുകാരെ വരൂ, ഈ ഓണം മെമ്പർ വരൂ. ചേട്ടന്മാരെ ചേച്ചിമാരെ നാട്ടുകാരെ, ഓണം മെമ്പർ വരൂ, വാങ്ങൂ. ചേട്ടാ, എന്താ നീ ഈ വഴി പതിവില്ലാതെ? ലോട്ടറി ഒന്നും വെച്ചില്ലേ, അതുകൊണ്ട് ഈ വരെ ഒന്ന് ഇറങ്ങി. ഓ, കച്ചവടം നടക്കട്ടെ എന്ന് പറഞ്ഞ് ഈ വഴി ഇറങ്ങില്ലേ? ആദ്യമായിട്ടാണ് ഇവിടെ വന്നത്. കോളേജില്ലേ പോയിട്ടെന്ന്? ആ അതെ. ഓണൊക്കെ അല്ലേ, ഒരു ഓണം മെമ്പർ എടുക്കുന്ന പൈസ ഒന്നുമില്ല ചേട്ടാ, ഇപ്പഴായിട്ട് തന്നെ ഈ തുണി എടുത്തിട്ട് വന്നുള്ളൂ. ഞാൻ വന്ന വഴിക്ക് എടുത്താണ്. ഒരു ഓണം മെമ്പർ 500 രൂപയാണ്. പൈസ ഉണ്ടെങ്കിലാ ചേട്ടാ നോക്കട്ടെ, വാ വീട്ടിൽ വാ, ഒന്ന് പൈസ വീട് കുറച്ച് അപ്പുറത്ത് തന്നെ, അതെ അപ്പുറത്ത്. അതെ ഇതാണ് വീട്. മുട്ടില്ല കുറേടേ കണ്ണു നോക്കി പിടിക്കാതെ. ഓടെ എനിക്ക് കുറച്ച് കച്ചവടം ഉള്ളത്. നീ കാണാൻ പോയത് പോലെയുള്ള കാണാൻ. ഇതിന് റിസൾട്ട് എന്നാണ്? നാളെ 3 മണിക്ക്. നാളെ ഓണല്ലേ. നീ വന്നാ ആകസ്കാരം ഫോൺ എടുത്തുണ്ടോ? അപ്പൊ ലോണിന്റെ കാര്യമൊക്കെ എന്തായി? ഞാൻ ഒരുത്തിൻ്റെ അടുത്ത് വിളിച്ച് ചോദിച്ചോടെ, അവൻ്റെ കയ്യിൽ പറ്റില്ലെന്നാണ് പറഞ്ഞത്. നീ വേറെ അടുത്തെങ്കിലും വിളിച്ച് ചോദിച്ചോ. നിന്റെ കൂട്ടുകാരന്മാരുടെ അടുത്തൊക്കെ ചോദിച്ചോ? ഞാൻ ചോദിക്കട്ടെ. ഞാൻ ഇനി ഒന്ന് ഓടാൻ പോയിട്ട്. ഓ, ഞാൻ എൻ്റെ ഒരു കൂട്ടുകാരനോട് കൂടെ ചോദിച്ചോട്ടെ. ഞാൻ നീ എപ്പോൾ വരും? താമസിക്കും. രമേശിൻ്റെ അടുത്ത് ഒന്ന് വിളിച്ച് ചോദിച്ചോട്ടെ. നമ്പർ കിട്ടി. രമേശേ, നീയിപ്പോൾ അവിടെ ചായ കുടിച്ചോണ്ടിരിക്കണം. ഞാനിപ്പോൾ വിളിച്ചതേ, എനിക്ക് ഒരു 2.5 ലക്ഷം രൂപ മറിച്ച് തരാൻ പറ്റുമോ? ഞാൻ ഈ ഓണം കഴിഞ്ഞിട്ട് ഞാനൊക്കെ തിരിച്ചു തരാം. ഞാൻ കൊറോണയ്ക്ക് മുമ്പ് ഒരു ലോൺ എടുത്തിരുന്നു, ഒരു 3 ലക്ഷം രൂപയെ. അതിപ്പം പലിശയൊക്കെ കൂടി ഇപ്പം 2.5 ലക്ഷം രൂപ ആയിരിക്കും. ലോൺ അടയ്ക്കാമെന്ന് നിവൃത്തിയില്ല. നിനക്ക് എൻ്റെ കാര്യമൊക്കെ അറിയാമല്ലോ. ഓ, വേറെ നിവൃത്തിയല്ലേ. ഞാൻ അടുത്തെങ്കിലൊന്ന് ചോദിച്ചത്. എൻ്റെ പരിചയത്തിൽ ആരെങ്കിലും ഉണ്ടോ? ഞാൻ ഓണം കഴിഞ്ഞിട്ട് തിരിച്ചു തരാൻ അവരുടെ അടുത്ത് പറയാം. ശരി, ഈ ചോദിച്ചിട്ട് വിളിയേ. ശരി. അവൻ എന്ത് പറയണ? ഒരു ഗ്ലാസ് വെള്ളം കൊണ്ടോടാ. വെള്ളം
നിലനിൽ. അപ്പൂപ്പ പൈസ വല്ലതും കിട്ടിയോ ലോൺ അടയ്ക്കാൻ? കിട്ടില്ലല്ലോ, ഞാൻ കുറച്ച് പേരുടെ അടുത്ത് ചോദിച്ചിരിക്കണം. ഒരുത്തൻ്റെ അടുത്ത് ചോദിച്ചപ്പോൾ അവൻ ആ അടുത്ത് നിങ്ങൾ ചോദിച്ചിട്ട് വിളിക്കാന്ന് പറഞ്ഞു. ഒരുത്തൻ്റെ അടുത്ത് ചോദിച്ചപ്പോൾ അവൻ്റെ ഇല്ലാന്ന് പറഞ്ഞു. ശരിയാ അപ്പൂപ്പ. ആ അയ്യോ, അവൻ എന്നാ വിളിക്കുന്നു, രമേശ് വിളിക്കുന്നു. ഹലോ, എന്തായി കിട്ടിയാ? പിന്നെ നിന്നൊക്കെ എന്തിനു കൊള്ളാടാ? പൈസ ചോദിച്ചാൽ പൈസ ഒന്നും തരൂല്ല. ഞാൻ നിന്റെ അടുത്ത് എൻ്റെ ഒരു ആവശ്യത്തിന് വേണ്ടിയില്ലടാ നിന്റെ അടുത്ത് ഞാൻ ആരുടെ നിങ്ങൾ പൈസ കൊണ്ടാണ് ചോദിച്ചത്. നീ ഇങ്ങനെ പറഞ്ഞ എങ്ങനെയാടേ? കഷ്ടം തന്നെയാടെ എൻ്റെ കാര്യങ്ങളൊക്കെ. വൈ അവൻ്റെ കയ്യിലും പൈസ ഇല്ല. അപ്പൂപ്പ ഇതാരാ? ആരാ? എന്തോ സാറേ ഇത്? നീ 2 ദിവസത്തിനുള്ളിൽ പൈസ അടിച്ചില്ലെങ്കിൽ നിന്റെ വീട് ജപ്തി ചെയ്തുകൊണ്ട് പോകും. അയ്യോ സാറേ, അങ്ങനെ പറയരുത് സാറേ. സാറേ അങ്ങനെ പറയരുത് സാറേ. ഇങ്ങനെ ഒന്നും ചെയ്യരുത് കേട്ടാ. എന്താ ചെയ്തത്? അവിടെ നീട്ട് നിങ്ങളെ ബാങ്കുകാർ കൊണ്ട് ഞാൻ തോറ്റ്. എന്താ നിങ്ങളെല്ലാവരും വിഷമിച്ചിരിക്കുന്നത്? ഇതാരാ ബോർഡ് കൊണ്ടുവച്ചത്? അതായത് ബാങ്കിലുള്ള മാനേജർ വന്ന് ബോർഡ് വെച്ചിട്ട് പോയടോ. ഓ ശരി, നീ എന്ത് ചെയ്യും? ഇനി എന്ത് ചെയ്യേ? ഇതോടെ എല്ലാം കഴിഞ്ഞ് ഇനി മറ്റന്നാ ഓണം. ഈ വർഷം നമുക്ക് ഓണം ഇല്ല, ഒന്നുമില്ല. ഇന്നാണ് ലാസ്റ്റ് ദിവസം. ഇന്ന് നടത്തില്ലെങ്കിൽ നാളെ വന്നാകുമ്പോൾ ജപ്തി വേറെടുത്ത് വിളിച്ചും ചോദിച്ച് അപ്പൂപ്പ എന്തായാലും ഇപ്പോഴും പൈസ കിട്ടില്ലടേ. കുറേ എടുത്ത് ചോദിച്ചു. നാളെയാണ് ലാസ്റ്റ് ദിവസം. ഇന്നാണ് ലാസ്റ്റ് ദിവസം. ഇന്നും കൂടെ അടുത്തില്ലെങ്കിൽ നാളെ വന്ന് അവന്മാരെ ജപ്തി ചെയ്തുകൊണ്ട് പോകും. ഇപ്പൊ പൈസ ഒന്നും കിട്ടിയില്ല അല്ലേ? ഇന്നലെ ചേട്ടൻ കുറെ പേരെ വിളിക്കുന്നുണ്ട്. ഇല്ലടേ, ഞാനും കുറച്ച് പേരെടുത്ത് ചോദിച്ചു. അവന്മാരെ ഇല്ലെന്നാണ് പറയണത്. ഇത് ജപ്തി ചെയ്യുന്ന ബോട്ട് നിനക്കറിയാമോ? കഷ്ടപ്പെട്ട് ഞാൻ ക്രഷ് ചെയ്ത് ഉണ്ടാക്കിയ പൈസ വെച്ചാണ് ഈ വീട് ഉണ്ടാക്കിയത്. കഷ്ടപ്പെട്ട് ക്രഷ് ചെയ്തത്? ക്രഷല്ല, കൃഷി ചെയ്ത്. ആ വീട് ഇപ്പം പോകണമെന്ന് പറയുമ്പോൾ ആർക്കായാലും വിഷമമാവില്ലേ? നീ വോട്ട് നമുക്ക് വേറെ വീടില്ലല്ലോ. വീടില്ല, പൈസയും ഇല്ലല്ല. ഇതാരാ പോണത്? സൗണ്ട് എങ്ങനെ? ചേട്ടന്റെ ഫോൺ ഇറങ്ങടിക്കുന്നു. അവിടെ പോയി വിളിച്ചോണ്ടിരിക്കുന്നു. നോക്കിക്കൊണ്ടിരിക്കാത്ത ഫോൺ എടുത്തോണ്ടാ. എന്താടാ പമ്മി പമ്മി പറഞ്ഞേ? ഇല്ല അപ്പൂപ്പ, പതുക്കെ നോക്കി വന്നത്. ആ സാർ. ഹലോ, ആരാ? മനോജാണോ? ഞാൻ അവൻ്റെ അപ്പൂവനാണ്. ലോട്ടറി ഏജൻസിയിൽ നിന്നാണ്. ലോട്ടറി ഏജൻസി? അതെ, നിങ്ങളെ മകനാണെങ്കിൽ എൻ്റെ ഒരു ലോട്ടറി വാങ്ങിയിരുന്നു. അതിപ്പം 3 സമ്മാനം 10 ലക്ഷം രൂപയാണ് അടിച്ചിരിക്കുന്നത്. 3 സമ്മാനം 10 ലക്ഷം? അതെ, താമസിക്കാതെ തന്നെ വന്ന് വാങ്ങിക്കോളൂ. സത്യം തന്നെ? സത്യമല്ലാതെ പിന്നെ കള്ളമ്മ വേണമെങ്കിൽ ഒന്ന് വാങ്ങിട്ട് പോടാ. ശരി. ലോട്ടറി അടിച്ചടാ, വാടാ. എന്താ നിങ്ങൾ ഡാൻസ് കളിക്കുന്നു? വാടാ എന്താ കളിക്കാം. അപ്പൂപ്പ കാര്യം പറയ്. ഏയ് ലോട്ടറി അടുത്തേ, ലോട്ടറി അടുത്തേ, ഓണം നമ്പർ അടുത്തേ, ഓണം നമ്പർ അടുത്തേ.
എന്താ അപ്പൂപ്പ? എവിടെയാ അപ്പൂപ്പനെ വിളി? വാ അപ്പൂപ്പ. പതുക്കെ 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 പയ്യെ പിറകോട്ട് വരും അപ്പൂപ്പ. കസാര തന്നെയാടാ ഇത്. എന്തോ ഇടലില്ലാട ഇത്. എന്താ അപ്പൂപ്പ പറ്റിയേ? നീ ഓണം മെമ്പർ എടുത്തിരുന്നാ? ഓ അപ്പൂപ്പ, ഞാൻ പറയാൻ മറന്നുപോയി. അത് 3 സമ്മാനം 10 ലക്ഷം രൂപയാണ് അടിച്ചത്. 10 ലക്ഷം രൂപയോ? ഓ നീ നമുക്കപ്പോ ലോൺ അടയ്ക്കാമല്ലോ. അത് തന്നെ. നീ ഇതിന് 2 ലക്ഷം രൂപ കൊണ്ടെടുത്ത് കൊണ്ട് അങ്ങ് ബാങ്കിൽ ലോൺ ഇടാ. ഓ അപ്പൂപ്പ, അപ്പൊ നമുക്ക് എന്തായാലും കോൾ അടിച്ചു. ഈ വർഷത്തെ ഓണം പൊളിച്ചടുക്കാം.